സഹൃദയൻ നസ്രിയ നുസ്രീമിനെ മനസ്സിൽ കണ്ട് ഒരു സിനിമ എഴുതണമെന്ന് കരുതിയിരിക്കവേ അയാൾ തന്റെ സിനിമ കരിയറിനോട് വിരസത കാണിച്ചിരിക്കുമ്പോൾ എഴുതിയ സിനിമ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വ്ളോഗേശ്വർ കുടുംബത്തിലെ വ്ളോഗേശ്വരിയായ അഹാന കൃഷ്ണൻ അവിടെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഈ പടം അവരെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കാം എന്ന് കരുതി എടുത്ത് പടച്ചു വെച്ച ഒരു പടമാണ് നാൻസി റാണി. ഒറ്റ വരിയിൽ ഞാൻ ഈ പടത്തിന്റെ ഫുൾ കഥയും നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മമ്മൂക്കയുടെ അകാലത്തിൽ പൊലിഞ്ഞ ആരാധനയുള്ള ഒരു പെൺകുട്ടി തന്റെ സിനിമാ മോഹവുമായി നടക്കുന്നു. എന്നെങ്കിലും സിനിമയിൽ കയറണം. പക്ഷേ വിധിയുടെ പോക്കർത്തരം കാരണം ആ കുട്ടിക്ക് ക്യാൻസർ വരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സംവിധായകൻ ക്യാൻസർ പേഷ്യന്റിന്റെ കഥ പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി ക്യാൻസർ ബാധിച്ച് ചത്ത കാക്കയനും തലയിൽ വെച്ച് നടക്കുന്ന ഈ കുട്ടിയെ തന്റെ സിനിമയിൽ നായികയാക്കാൻ തീരുമാനിക്കുന്നു. ഒടുവിലെ സിനിമയിൽ ആ കുട്ടി നായികയെ അഭിനയിച്ച് തന്റെ ആഗ്രഹം സാധൂകരിച്ച് മറിഞ്ഞടിച്ച് വീണ് മരിക്കുന്നതാണ് ഈ കഥ. ഇത്രയേ ഉള്ളൂ, സിനിമ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ സിനിമയുടെ അണിയർ പ്രവർത്തകരോടോ ഇതിന്റെ സംവിധായകനോടോ യാതൊരു ക്ലേശവുമില്ല. അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല, നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഞാൻ നിത്യശാന്തി നേരുന്നു. എന്നിരുന്നാലും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ നമ്മുടെ ഈ ദരിദ്ര രാജ്യത്ത് സിനിമയെക്കാളും വലിയൊരു എന്റർടൈൻമെന്റ് നമുക്കില്ലാത്ത പക്ഷം ഓരോ സിനിമയും അതിൽ ചിലവാക്കുന്ന ഓരോ മണിക്കൂറും നമുക്ക് വിലപ്പെട്ടതാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ സിനിമയെ ഞാൻ വറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ കഥ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തന്നല്ലോ. ഇത് യൂട്യൂബിൽ റിലീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം തന്നെ കണ്ടെത്താൻ സാധിക്കും. അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിലേക്ക് നിങ്ങൾക്ക് എടുത്തു ചാടണമെങ്കിൽ യൂട്യൂബിൽ ഈ സിനിമ അവൈലബിൾ ആണ്. എന്റെ ഡിസ്ക്രിപ്ഷനിൽ കയറിയാൽ ഈ സിനിമയുടെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അഹാന പറയുന്നത് കൊണ്ട് ഒന്നും തോന്നല്ലേ. അഹാന ഇടയ്ക്കിടയ്ക്കൊക്കെ മാൽദീവ്സിലൊക്കെ പോയി കുറച്ച് ഫോട്ടോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് രസിപ്പിച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത്? നോക്കൂ, ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ ഭാഗങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാത്തതെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നന്ദി ബോധ്യമായി. മനുഷ്യരാരെങ്കിലും സഹനശക്തി വെച്ച് ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണോ? അമ്മയുടെ ഇത് എന്തോന്ന് അവരതോടെ മര്യാദക്ക് അഭിനയിക്കുന്നവർ ഒരു ഓവർ ആക്ടിങ് എന്ന സിനിമയിൽ. ഇനി ഡബിങ്ങിന്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. അഹാന തന്നെയാണ് ഈ പടം ഡബ് ചെയ്തിരുന്നെങ്കിൽ അഹാനയുടെ ബ്ലോഗ് ആണെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചു നേരം കാണാമായിരുന്നു. ഇതിപ്പോ അഹാനക്ക് ഡബ് ചെയ്തേക്കണത് ഏതാ ആന്ത്രാക്സ് പൊടി വലിച്ച പെണ്ണാണ്. ഓ, അവന്റെ ഉണ്ണിയേട്ടൻ. നിനക്കിതൊക്കെ മതിയൊക്കെ മാമ പണിക്ക് പറ്റും. അഹാനയ്ക്ക് മാത്രവും ശബ്ദത്തിൽ പൊല്യൂഷൻ ഉള്ള നമ്മുടെ ലാൽ സാറിന് പോലും വേറെ ഏത് മിമിക്രിക്കാരനാണെന്ന് തോന്നുന്നു ഡബ് ചെയ്തേക്കുന്നത്. നോക്കൂ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സിനിമ മുഴുവൻ ഇവിടെ കാണിച്ചു തരാൻ സാധിക്കില്ല. ചാനലിൽ സ്ട്രൈക്ക് അടിച്ചവർ കിടത്തി കളയും. അതിനാൽ തന്നെ കണ്ടവർ ഇത് കാണാത്തവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ 2.5 മണിക്കൂർ സേവ് ചെയ്ത് തന്നതിന് എനിക്കൊരു നന്ദി സൂചകം കൂടിയാകും. ഏത് ലോകത്ത് വേറെ ഒരു സിനിമ ഇല്ലെങ്കിൽ ഈ ഒരൊറ്റ സിനിമ മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാൻ കിട്ടും. മുറ്റത്തൊരു ടാർപ്പയും കസേരയും വലിച്ചിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഒരു കരിങ്കൊടിയും കുത്തിവെച്ച് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ചാകുമ്പോ പെട്ടെന്ന് ആൾക്കാരെ കൂടി അടക്കിക്കോളും. പടത്തിന്റെ ആരംഭം തന്നെ പനി പിടിച്ച് നസ്രിയ പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഡബ് ചെയ്ത് പോലത്തെ ഒരു ശബ്ദം. രാത്രി 11:59 എന്റെ ജനനം. അഹാനയാണെങ്കിൽ സിനിമയിൽ ഉടനീളം ക്യൂട്ട്നെസ് നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാറിലിരുന്ന് അടിച്ചുകൊണ്ടിരുന്ന എന്റെ കൂട്ടുകാരന് ടച്ചിങ് സിനിമ പറഞ്ഞ ഈ സിനിമ കാണിച്ചു കൊടുത്തപ്പോ അവൻ വരാതെ കണ്ട് വാൾ വെച്ച്. അച്ഛനും അമ്മയുടെയും ഭാഗ്യം കൊണ്ട് ചെറുപ്പത്തിലെ അവർ മരിച്ചുപോയ കുട്ടിയാണ് ഈ സിനിമയിലെ അഹാന. പിന്നീട് ഒരു വലിയ റിച്ച് സെറ്റപ്പിലാണ് വളരുന്നത്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല കത്തോലിക് ഫാമിലിയാണ്. പക്ഷേ കുരുത്തം കെട്ടൊരു കുട്ടിയെ വളരുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി ഒരു ചർച്ചില്ലെന്നേ ഉള്ളൂ. ചർച്ചിലെ നടത്തിപ്പുകാരിയാണ് നമ്മുടെ ലെന. നീ ഒറ്റ ഒരുത്തിക്കാരനോ ഇവിടുത്തെ പിള്ളേർ കുരുത്തക്കേട് കാണിക്കുന്നത്? ലെനയും ലാലുമാണ് ആക്ച്വലി അഹാനയുടെ ഗാർഡിയൻസ്. കുട്ടിയുടെ കുരുത്തക്കേട് കാരണം പൊറുതി ഇരിക്കുകയാണ് നമ്മുടെ ലെല മാഡം. എത്ര നല്ല ആക്ട്രസ് ആയിരുന്നു ലെന. ഇപ്പോൾ ഉള്ള സിനിമയിൽ അത്രയും പിള്ളേരെ എടുത്തു വളർത്തുന്ന 2ാം അമ്മേ. മുമ്പത്തെ ജന്മത്തില് ഐ വാസ് എ ബുദ്ധിസ്റ്റ് മോങ്ക്. ഈ പടത്തിൽ അഹാനയുടെ ആക്ടിംഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അഹാന കാലഘട്ടം മാറിയാണ് ജനിച്ചത്. പണ്ട് ചോക്ലേറ്റിൽ വന്ന റോമയുടെയൊക്കെ കാലഘട്ടമില്ലേ, ആ സമയത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്യൂട്ട്നെസ് ഒക്കെ അന്ന് വർക്കായി. അല്ലാതെ ഇപ്പോ നസ്രിയ 2.0 അവൻ നോക്കിയ 3G ആയി പോകും. പിന്നെ ഒരു ബൈക്കിൽ ഫ്രബിൾസ് അടിച്ച് പോയിക്കൊണ്ടിരുന്ന സണ്ണി വെയിനും അജു വർഗീസും മല്ലിക സുകുമാരനും അർജുൻ അശോകനും കൂടി ഈ സിനിമയുടെ സെറ്റിന്റെ സൈഡിലേക്ക് കയറി നിന്നു. അപ്പതോണ്ടാ സിനിമയുടെ സംവിധായക ഓടി ഒന്ന് പറഞ്ഞു, അണ്ണാ നിങ്ങളെല്ലാരും എന്തായാലും ഇവിടെ ഒന്ന് കയറിയില്ലേ, ഓരോ സീനൊക്കെ അഭിനയിച്ചിട്ട് പോയി. അങ്ങനെ അവരെല്ലാം കൂടി ഈ സിനിമയിൽ 1-2 സീൻ അവിടെ ഇവിടെയായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊടുക്ക അർജുൻ അശോക് മാത്രം എന്തായാലും ഇത്രയും നേരം അഭിനയിച്ചല്ലേ, മഴ നനഞ്ഞു, ഇനി കുളിച്ച് കയറാമെന്ന് കരുതി സിനിമയിൽ കുറച്ചു നേരം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസർ ബാധിച്ച അഹാനയുടെ തലയിലെ വിഗ്, ഈ വിഗ് സല്ലൂബായുടെ തല ഇരുന്നതല്ലേ, അതിലിച്ചിരി വെളിച്ചെണ്ണ തേച്ച് കവച്ചപ്പോ ഇങ്ങനെയായി. ഇനി ഇതിലൊരു സീനുണ്ട്. ഒരു മൊണ്ണയായ പള്ളിയിൽ 10-25 കൊച്ചു പിള്ളേരെയും കൊണ്ട് തുണ്ടുപടം കാണാൻ വേണ്ടി തെറ്റിദ്ധരിച്ച് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിയിരിക്കുന്നത്. എന്നിട്ടത് കോമഡി എടുത്ത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ കണ്ട് ചിരിക്കണമല്ലടാ. ഈടാ ടൈറ്റാനിക്കിലെ കിസ് വരെ കൊച്ചുപിള്ളേരിക്കുമ്പോ കാണാത്ത ലോകമാണിത്. അപ്പോഴാരെങ്കിലും 25 പിള്ളേർ ഒരു തുണ്ടുപടത്തിന് പോയി കഴിഞ്ഞാൽ കേറ്റോടാ, കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കേണ്ടേ. നോക്കൂ, ഇതിൽ അഭിനയിച്ചവരെല്ലാം അത്യാവശ്യം ആക്ടിംഗ് ടാലന്റ് ഉള്ള ആൾക്കാർ തന്നെയാണ്. നോക്കൂ, ഇദ്ദേഹത്തെ നോക്കൂ, ഇദ്ദേഹം വളരെ നല്ലൊരു ആക്ടറാണ്. പക്ഷേ ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒന്നും അങ്ങനെ ആക്ടിങ് എവിടെയും കണക്ട് ആയില്ല. പിന്നെ അഹാന കരയുന്ന ഒരു സീനുണ്ട്. 2ന്റെ കട്ടയിൽ കരയാന്ന് അഹാന പറയുമ്പോ 12ന്റെ കട്ടയിട്ട് കരയാൻ പറയും ഡയറക്ടർ. പിന്നെ ഇങ്ങനെയല്ലേ കരയാൻ പറ്റും? സത്യത്തിൽ ഇവിടെ ഇങ്ങനെയാണെന്ന് നടന്നിരുന്നെങ്കിൽ നാട്ടുകാർ ക്രൗഡ് ഫണ്ട് ചെയ്തെങ്കിൽ ഈ പടത്തിന്റെ റിലീസ് തടഞ്ഞേനെ. സോറി, അത് ഇച്ചിരി ബ്രൂട്ടലായി പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും നെഗറ്റീവ് പബ്ലിസിറ്റി കാരണം ഈ പടത്തിന് നല്ല വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും അവർക്ക് ചിലവാക്കിയ കാശ് മുതലാക്കട്ടെ. ഇത് യൂട്യൂബ് റിലീസ് ആയതുകൊണ്ട് നാൻസി റാണി 2x എന്നും കൂടി എഴുതി വെക്കണം കേട്ടോ. കാരണം എല്ലാവരും ഈ പടം 2x ആയിരിക്കും കണ്ടത്. ഇനി ഈ സിനിമയിലെ മെയിൻ ഐറ്റം, ഇതിലൊരു മമ്മൂക്ക ഫാൻ പാട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് കേട്ട മമ്മൂക്ക സോങ് ഇതാണ്.
അതിനൊരു വെല്ലുവിളി ഉയർത്താനാണാടാ ഇതിൽ ഇങ്ങനൊരു പാട്ട് പടച്ചു വെച്ചേക്കണത്. പാടിയതൊക്കെ വലിയ ആളാണ്, പക്ഷെ അഭിനയം കൊണ്ട് അവള് തകർത്ത്. മമ്മൂക്ക ഈ പാട്ട് കേട്ടിട്ട് 3 വട്ടോടെ ആള് വെച്ചെന്ന്. സ്വന്തമായി ഡബ് ചെയ്യാനായിട്ട് ഈ പടത്തിൽ ആരും വന്നില്ലെന്ന് തോന്നുന്നു. എന്തോ ഡബിങ് ഇഷ്യൂ ഒക്കെ ഈ പടത്തിൽ ഉണ്ടായിരുന്നു ആഹാരയുടെ ഭാഗത്തു നിന്നും. ഞാൻ ചോദിക്കുകയാണ്, ഈ വൈശാഖ് നായർക്കൊക്കെ ആരുടെ ഡബ് ചെയ്ത്? ഇതുവരെ പറയാൻ പറ്റിയില്ല, സോറി, പക്ഷെ ഐ റിയലി ഡു. ഇത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ സൗണ്ട് തന്നെയാണോ? ലിപ്പ് പോലും സിങ്ക് ആവണല്ലോ. പിന്നെ ഇതിലൊരു കോപ്പിയുടെ സീനുണ്ട്. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് കൊണ്ട് നമുക്ക് ഫണ്ണായി തോന്നും. ഇത്രയും ബുദ്ധിപരമായി അതിനകത്ത് ഫോൺ കൊണ്ടുപോയി അത് നോക്കി എഴുതിയ അവൾ പരീക്ഷ ഹാളിൽ ഇരുന്ന് മൊബൈൽ നോക്കി കോപ്പി അടിക്കുമ്പോൾ അത് സൈലന്റ് ആക്കാൻ പോലും മറന്നുപോയെന്ന്. ഇതൊക്കെ എന്തോന്ന് സീനടാ ഇതൊക്കെ എഴുതി പറ. അതെ, പിന്നെ ഈ പാട്ട് ഏറും പിടിച്ച് മമ്മൂട്ടിയുടെ പോസ്റ്റർ അവിടെ നിൽക്കണണ്ട. പാവൊന്ന് ഇറങ്ങി ഓടാൻ പോലും പറ്റാത്ത. പിന്നെ ഈ സിനിമയിൽ അഹാനയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ലേ? ക്യാൻസർ വന്ന് കീമോ ചെയ്ത കുട്ടിയെ നിങ്ങൾ നോക്കൂ. ആ വിഗൂരി തിരിച്ചു വെച്ച് ഏതെങ്കിലും തൂക്കണ കുരുവിക്ക് കൂടാക്കാം. പിന്നെ ഇതിൽ കുറച്ചു നേരം മജു വർഗീസ് ഉണ്ട്. വെറുതെ ഒരു മോട്ടിവേഷന് വേണ്ടി പുള്ളിയുടെ റഷ്യൻ കഥയൊക്കെ എന്തിനു വേണ്ടി സിനിമയിൽ പറയുന്നുണ്ട്. യാതൊരു ബന്ധവും ഇല്ല സിനിമയുമായി. ഇയാളുണ്ടായിരുന്ന സിനിമയിൽ ഞാനത് ഓർക്കുന്നില്ലല്ലോ. ചോദിച്ചപ്പോ ഡേറ്റ് കൊടുത്ത എല്ലാ നടന്മാരെയും ഓരോ സിനിമ എഴുതിയതിനകത്ത് കേട്ടിട്ടുണ്ട്. ഇനി ഇതിലൊരു ഫ്രഷ് ഉഗ്രൻ കോമഡി ഉണ്ട്. മണി ഉള്ളിടത്തോളം മണി കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. മണി എത്തിയ പോരാ, മണി വരണം. മണി വരും സാർ. സാർ മനസ്സിൽ വിചാരിക്കുമോ മണിയും കൊണ്ടോടെ എത്തിയിരിക്കും. അല്ലെങ്കിൽ ഡെഡ് മണി. എന്റെ മോ. പിന്നെ സാരി വാങ്ങാൻ ഏതോ സ്റ്റോറി കയറിയ നേരം പിടിച്ചിറക്കി കൊണ്ടുവന്ന് അഭിനയിച്ച മാല പാർവതി നിങ്ങൾക്ക് ഇതിൽ കാണാം. ഒരു പാക്കറ്റ് ഫോറിൻ വിൽസ് കൊടുത്ത് അഭിനയിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ശ്രീനിവാസൻ അങ്കിളിനെ നിങ്ങൾക്ക് ഇതിൽ കാണാം. പിന്നെ സിനിമയിൽ ഒരു നടനായിട്ട് വന്ന ദേ ഈ നടൻ, ഇയാളെ കൊണ്ട് ഞാൻ നിങ്ങളെ ചിരിപ്പിക്കും. നോക്കിക്കോ, രണ്ടും ഉണ്ടക്കണ്ണുണ്ടായിട്ട് കാര്യമില്ല, അതിൽ ഫീല് വരണം, ഉള്ളിന്ന് വരണം, സവാളയല്ല. ചിരിച്ചില്ലേ? ഓക്കെ, ഇനി അടുത്ത സീനിലേക്ക് പോകാം. എന്തായാലും മഹാനൻ നായക ഈ പടത്തിൽ ഉടനീളം തന്റെ ആഗ്രഹ സാഫല്യത്തിനായി ക്യാൻസർ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് കേട്ടോ. ഒടുവിൽ ഇതിലെ ക്ലൈമാക്സ് രംഗം ഒരു ഡാൻസ് രംഗമാണ്. അല്ല, ഇത് നമ്മുടെ കുഞ്ചാക്കോ മറ്റില്ല അതിലിട്ട കോസ്റ്റ്യൂം അല്ലേ? എന്തായാലും ഈ ഡാൻസ് അതിഗംഭീര ഡാൻസ് ആണെന്ന് നമ്മൾ പ്രേക്ഷകരംഗം മനസ്സിൽ നിരൂപിച്ചോണം. അഹാനെ അവിടെ നിന്ന് പാവാട ഇങ്ങനെ പറത്തി കാണിച്ചു. എന്നിട്ട് അർജുൻ അശോകന്റെ വക ഒരു അമേസിംഗ് എക്സ്പ്രഷനും. എന്നിട്ട് ഈ ഡാൻസിന്റെ ഒടുക്ക അഹാനെ മരണടിച്ച് വീണ് മരിക്കും. പടം തീർന്ന് മരിക്കുമെന്ന് വെച്ചാൽ മരിക്കുമെന്ന് അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞ ഉടനെ വീണ്ടും ആന പറക്കണ ഒരു സീനാണ് കാണിക്കണം ആകാശത്തുനിന്ന്. എന്നിട്ട് പറയും, നടക്കാത്ത ഒത്തിരി സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് വെച്ച് സ്വപ്നങ്ങൾ കാണാതെ ഇരിക്കരുത്. അത് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഞാൻ പറഞ്ഞ ചില സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ നിൽക്കുന്നതാണ് അതിന് നല്ല മനോഹാരിത ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ഇതിൽ കൂടുതൽ ഈ പടത്തെ പറ്റി ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ. ഇതിന്റെ ഡയറക്ടർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയതിനാൽ അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അതിനാൽ തന്നെ എന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് ഞാൻ ഈ സിനിമ ഓർത്തിട്ടില്ല. ഇതൊരു ചെറിയ സാമ്പിൾ മാത്രമാണ്. അപ്പൊ ശരി, നമ്മൾ ഇനിയും കാണും. Thanks. Love you.